2022 നടി സാമന്തക്ക് മയോസിറ്റിസ് എന്ന രോഗാവസ്ഥ കണ്ടെത്തിയത്. പേശികളുടെ ശക്തിയെ ബാധിക്കുന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് മയോസിറ്റിസ്. അന്നു മുതൽ നടി തൻ്റെ ആരോഗ്യകാര്യത്തിൽ വളരെയധികം ശ്രദ്ധാലുവാണ്. തൻ്റെ ഫിറ്റ്നസ്സിനെക്കുറിച്ചും മൊത്തത്തിലുള്ള ആരോഗ്യത്തെ മാറ്റിമറിച്ച ഭക്ഷണശീലങ്ങളെക്കുറിച്ചുമെല്ലാം അടുത്തിടെ ഒരു അഭിമുഖത്തിൽ സാമന്ത തുറന്നു പറഞ്ഞിരുന്നു. തൻ്റെ ഭക്ഷണക്രമം വളരെ കർശനമാണെന്നും എല്ലാ ദിവസവും ഒരേ തരം ഭക്ഷണമാണ് കഴിക്കുന്നതെന്നും സാമന്ത വെളിപ്പെടുത്തി. കൗമാരപ്രായത്തിൽ താനൊരു ഭക്ഷണപ്രിയയായിരുന്നു. ജങ്ക് ഫുഡുകൾ ഒരുപാട് കഴിക്കാറുണ്ടായിരുന്നെന്നും ചെറുപ്പത്തിൽ മെലിഞ്ഞ പ്രകൃതമായതിനാൽ വണ്ണം വെക്കില്ലെന്ന് കരുതി ഇഷ്ടമുള്ളതെല്ലാം കഴിക്കുമായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ താൻ അങ്ങനെയല്ലെന്നും പറയുന്നു. ഇപ്പോഴത്തെ തൻ്റെ ഭക്ഷണ രീതിയെക്കുറിച്ചും സാമന്ത വ്യക്തമാക്കി. ഇപ്പോൾ താൻ ആൻറ്റി ഇൻഫ്ലമേറ്ററി ചേരുവകളുള്ള ഭക്ഷണങ്ങൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ എന്ന് അവർ പറഞ്ഞു. തൻ്റെ ശരീരത്തിന് അനുയോജ്യമല്ലാത്ത ഭക്ഷണം കണ്ടെത്തി അതൊഴിവാക്കുക എന്നതാണ് അടിസ്ഥാനപരമായ ലക്ഷ്യമെന്നും ചീറ്റ് ഡേകൾ എനിക്ക് ഇല്ല എന്നും എല്ലാ ദിവസവും ഒരേ തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കുന്നതെന്നും ഇപ്പോൾ എനിക്കതൊരു ശീലമായി മാറിയിട്ടുണ്ടെന്നും സാമന്ത പറഞ്ഞു. കോളിഫ്ലവർ, ബ്രൊക്കോളി, ബ്രസൽസ് സ്പ്രൗട്ട്സ് പോലുള്ള ക്രൂസിഫറസ് പച്ചക്കറികളും സെലറി, അക്കായ് ബെറി, മഞ്ഞൾ, നെയ്യ്, കോൾഡ് പ്രസ്ഡ് ഓയിലുകൾ, ധാരാളം നല്ല കൊഴുപ്പുകൾ എന്നിവയും എൻ്റെ അടുക്കളയിൽ നിങ്ങൾക്ക് കാണാനാകും. സ്പിനാച്ചും കാലയും എനിക്ക് ശരിയാകില്ലെന്നും അത് ആളുകൾക്ക് എങ്ങനെ വിശദീകരിക്കണമെന്ന് എനിക്കറിയില്ലെന്നും തൻ്റെ ഭക്ഷണത്തിൽ ഗ്ലൂട്ടൻ കണ്ടെത്താനാവില്ലെന്നും താരം പറയുന്നു. ഓർഗാനിക് ഷോപ്പിംഗ് നടത്താൻ ഇഷ്ടമാണെങ്കിലും ചിലപ്പോൾ അത് സാധ്യമാകാറില്ലെന്നും സാമന്ത പറഞ്ഞു. താൻ ഒരിക്കലും ഭക്ഷണം ഒഴിവാക്കാറില്ലെന്നും പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, അത്താഴം എന്നീ 3 ഭക്ഷണങ്ങളും കഴിക്കാറുണ്ടെന്നും സാമന്ത സമ്മതിച്ചു. എന്നാൽ തൻ്റെ പ്രഭാത ഭക്ഷണം കൂടുതലും സ്മൂത്തികളായിരിക്കുമെന്നും അവർ പറഞ്ഞു. മസിലുകളിൽ വീക്കം സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് മയോസിറ്റിസ്. മയോ എന്നാൽ പേശികൾ എന്നും ഐറ്റിസ് എന്നാൽ വീക്കവും എന്നാണ് അർത്ഥം. വിവിധ രോഗങ്ങളുടെ കൂടിച്ചേരൽ കൂടിയാണ് ഇതെന്നും ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട്. അണുബാധകൾ, മരുന്നുകൾ, രോഗപ്രതിരോധ ശേഷിക്കുറവ് എന്നിവ മൂലവും ഈ അസുഖം ഉണ്ടായേക്കാം. 100,000-ൽ 4 മുതൽ 22 പേർക്ക് മാത്രമേ ഈ രോഗം വരാൻ സാധ്യതയുള്ളൂ. പേശികൾ സ്വന്തം രോഗപ്രതിരോധ സംവിധാനത്താൽ ആക്രമിക്കപ്പെടുന്ന അവസ്ഥ കൂടിയാണിത്. സാധാരണയായി കൈകൾ, തോളുകൾ, കാലുകൾ, ഇടുപ്പ്, നട്ടെല്ല് എന്നിവയുടെ പേശികളെയാണ് ഇത് ബാധിക്കുന്നത്. രോഗം കൂടിയാൽ അന്നനാളം, ഡയഫ്രം, കണ്ണുകൾ എന്നിവയുടെ പേശികളെയും ഇത് ബാധിച്ചേക്കാം. ഇരുന്നതിന് ശേഷം എഴുന്നേൽക്കുമ്പോഴും പടികൾ കയറുമ്പോഴും വസ്തുക്കൾ എന്തെങ്കിലും ഉയർത്തുമ്പോഴും രോഗികൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ചില മരുന്നുകൾ, ഗുരുതരമായ ശാരീരിക പരിക്കുകൾ എന്നിവയ്ക്കൊപ്പം വൈറൽ അണുബാധകളും മയോസിറ്റിസിന് കാരണമാവാറുണ്ട്. 30 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകളിൽ ഇത്തരത്തിലുള്ള രോഗങ്ങൾ സാധാരണമാണ്. സാധാരണയായി പേശികളിൽ കഠിനമായ വേദന വരിക, പേശികളുടെ ബലക്കുറവ്, നടക്കുമ്പോൾ കാലിടറി വീഴുക, ക്ഷീണം, തളർച്ച തുടങ്ങി ദൈനംദിന ജീവിതത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക തുടങ്ങിയവ ഇതിൻ്റെ ലക്ഷണങ്ങളായി കാണുന്നു. ചെറിയ രീതിയിലുള്ള പനി, തിണർപ്പ്, സന്ധിവേദന, വിഷാദം ഇവയും ഇതിൻ്റെ ലക്ഷണങ്ങളായി കാണാം. ആരോഗ്യവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ ഓൺ ആക്കുകയും ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.